ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോൻ്റെ അന്നത്തെ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ്. ഇതൊരു വൈകുന്നേരത്തെ പാർട്ടായിട്ട് ഒരു ദിവസത്തെ തന്നെ 3ാമത്തെ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെ വിളിക്കാൻ വന്നു പറഞ്ഞല്ലോ. ഒരു 4-4:30 ആകുമ്പോൾ വിളിക്കാൻ വന്നു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മായി ഒരു വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മായി വർക്കിന് പോയിരിക്കുകയായിരുന്നു. ശരി, എന്നാൽ പിന്നെ അമ്മായിയും കൂടെ വന്നിട്ട് അമ്മായിയുടെ അടുത്ത് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ അമ്മായി വരും. അതുവരെ വെയിറ്റ് ചെയ്ത് പിന്നെ 5-5:30ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ചു വരുമ്പോൾ നോക്കിയേ, നല്ല കൊയ്യാനായ പാടങ്ങൾ കണ്ടോ? നെല്ലൊക്കെ ആയി വിളഞ്ഞ് നിൽക്കുകയാണ്. കൊയ്ത്ത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൊയ്യണ വിഷയം വന്ന് കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് തെങ്ങും തോപ്പാണ്. കണ്ണെത്താ ദൂരം പോലെ ഫുള്ള് പാടങ്ങളും അതിൽ നല്ല തെങ്ങും തോപ്പുകൾ. ഇത് അതായത് ഓരോ സീസൺ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇങ്ങനെ കൊയ്യലും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരെ കുഞ്ഞാറ്റ വരാത്തതുകൊണ്ട് എന്തെങ്കിലും വാങ്ങണമല്ലോ കഴിക്കാൻ. അപ്പോൾ ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ കടയിൽ കയറിയപ്പോൾ വരിക്കുട്ടിക്ക് അവിടെ ഒരു ഡക്ക് ഇരിക്കണുണ്ട്. അങ്ങനെ താറാവ് വേണമെന്നായി. ശരി, അച്ഛൻ പിന്നെ മക്കൾ എന്ത് പറഞ്ഞാലും ഓ ശരി എന്നാണല്ലോ. അങ്ങനെ ആ താറാവിനെ കണ്ടപ്പോൾ താറാവ് മതി എന്ന് പറഞ്ഞാൽ താറാവ് വാങ്ങി. പിന്നെ അപ്പുറത്ത് നിൽക്കണ മാങ്ങ അത് വേണമെന്ന് പറഞ്ഞാൽ അതും പറിച്ച്. അത് ആരാൻ്റെ വീട്ടിലെ മാങ്ങയാണ്. എവിടെ മാങ്ങ കണ്ടാലും ഈ വരിക്കുട്ടിക്ക് വേണം. അപ്പോൾ പറിച്ച് ഒരുപാട് പുളിയില്ല. അപ്പോൾ അത് അപ്പം തന്നെ കഴിച്ച് അവിടെ തന്നെ ഒരു ഏട്ടൻ്റെ കയ്യിൽ പറഞ്ഞ് അവർ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴുകിയെടുത്ത് ഞങ്ങൾ താറാവിനെയും വാങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അബദ്ധം പറ്റി 2-3 ഐറ്റം വാങ്ങിയിട്ട് വീഡിയോ എടുക്കുന്ന തിരക്കിൽ താറാവിനെ മാത്രം അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുമല്ലോ, അത് വാങ്ങിയും കൊണ്ട് ഞങ്ങൾ നേരെ വന്നു. അവിടുന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും എടുക്കാൻ ഓർമ്മയില്ല, മറന്നു. പിന്നെന്താ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സാധാരണ താറാവിനെയൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ വർഷത്തിൽ1 തവണയൊക്കെയാണ് താറാക്കോഴീനെ നമുക്ക് കിട്ടുക. കാരണം കൊയ്ത് കഴിഞ്ഞ പാടത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ താറാക്കോഴി മേയ്ക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോഴാണ് ഇവിടെ പാടത്തൊക്കെ കൊണ്ടുവന്ന് അവർ ഒരു ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഇവിടെ താമസിക്കും. ഒരു ഭാര്യ ഭർത്താവും കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വർഷത്തിൽ ഒരു വർഷം കൂടുമ്പോൾ 2 താറാവിനെയൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് തന്നെ പറഞ്ഞാൽ അവരെന്നെ ക്ലീൻ ചെയ്ത് തരും. എത്ര പെട്ടെന്ന് അവർ ക്ലീൻ ചെയ്ത് തരും അറിയും. നമുക്കൊന്നും അങ്ങനെ താറാക്കോഴീനെ ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല. അവരാകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും. അതിൻ്റെ തോലൊക്കെ കളഞ്ഞു തരും. നമുക്ക് കട്ട് ചെയ്തെടുക്കുക ആവശ്യമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ നമ്മൾ താറാക്കോഴി മേയ്ക്കാൻ വരണവരിൽ എടുക്കുമ്പോൾ അവരിങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കൊന്നിട്ട് തിളച്ച വെള്ളത്തിൽ മുക്കുമ്പോൾ അതിൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ വരും. പക്ഷേ ഇവർ കടയിൽ നിന്ന് അവർ നമ്മൾ ചിക്കൻ്റെ തോലിങ്ങനെ മൊത്തം കളയില്ലേ, അതുപോലെ കളഞ്ഞിട്ടാണ് തന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വലിയ പണികളൊന്നുമില്ല, ചെറിയ കട്ടിങ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചിക്കനും മട്ടനൊക്കെ എനിക്ക് ഇപ്പോഴും കഴുകും ഞാൻ, പക്ഷേ എന്നാൽ എനിക്കത് ഞാൻ കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു ഇതല്ല. അപ്പോൾ ഏട്ടൻ തന്നെ ശരി കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് കഴുകി തരുന്നുണ്ട്. വരിക്കുട്ടിയാണല്ലോ താറാക്കോഴി വാങ്ങണമെന്ന് പറഞ്ഞത്. അപ്പോൾ വരിക്കുട്ടി കറി ആവണവരെയും കൂടെ തന്നെയായിരുന്നു. കുഞ്ഞ് കളിക്കാൻ പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുമ്പോഴും. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു, നല്ല രാത്രി ആവണുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് 5:30 കഴിഞ്ഞിട്ടാണല്ലോ. പിന്നെ ഇതൊക്കെ വാങ്ങാനും ഒരു അരമണിക്കൂറോളം ഇത് ക്ലീൻ ചെയ്യുന്ന സമയം പോയിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്ന അവിടെ വാങ്ങാൻ ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെയും കുറച്ച് ക്ലീനിങ്ങും നല്ല പണിയുണ്ടായിരുന്നു. നമ്മുടെ ചിക്കന് പോലെ അല്ലല്ലോ, താറാക്കോഴിക്ക് കുറച്ച് ഇത് പിന്നെ ബോയിലർ താറാക്കോഴിയാണ്, നാടൻ താറാക്കോഴിയൊന്നും അല്ല. നാടൻ താറാക്കോഴി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മേയ്ക്കാൻ കൊണ്ടുവരുമല്ലോ, അവരുടെ നിന്ന് വാങ്ങണതാണ് നാടൻ താറാക്കോഴി. അതിൽ മൊത്തം എല്ലെന്നെ ആയിരിക്കും. പക്ഷേ താറാക്കോഴിയുടെ നല്ല ടേസ്റ്റാണ് താറാവ് കേട്ടോ. താറാവിൻ്റെ കറിക്കും ഇത് ബോയിലറാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. നാടൻ ഇതിനേക്കാളും ടേസ്റ്റാണ്. അതുപോലെ നാടൻ കോഴിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കോഴിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഏട്ടനും ഏറ്റവും ഒടുവിലെ അനിയനും മാത്രമേ കോഴി കൊല്ലുള്ളൂ കേട്ടോ. വേറെ ആരും കൊല്ലില്ല. അപ്പോൾ ഇങ്ങനെ പണിയില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോഴി മുളയാൻ വരുമല്ലോ, കോഴിക്കൂടിലും കോഴി മുളയാൻ വരുമ്പോൾ ഇങ്ങനെ കത്തിയും കൊണ്ട് നിൽക്കും. കൊല്ലണ കൊന്നാലോ, അങ്ങനെയാണ് ഇവരുടേത്. വൈകുന്നേരം കൊല്ലണോ പറഞ്ഞാൽ ഞാൻ വളർത്തുന്നതാണ് കോഴി കേട്ടോ. അപ്പോൾ എൻ്റെ മൂളൽ കിട്ടിയാലേ ഇവർക്ക് കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർ രണ്ടാളും കൊല്ലൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇത് ഗൾഫിൽ പോണതിന് മുന്നാണെങ്കിലും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുന്നേ അവനിങ്ങനെ വൈകുന്നേരം അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ കൊല്ലണ ഈ കോഴി കൂവൊക്കെ ചെയ്യുമല്ലോ, ചിലപ്പോൾ രാവിലെയൊക്കെ കൂവലായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ഇവരൊക്കെ ഉറങ്ങുമ്പോൾ ശല്യം ചെയ്യലോ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊത്തുകൂടലൊക്കെ ആകുമ്പോൾ അവൻ അപ്പം തന്നെ കത്തി ഇങ്ങനെ ഉരച്ച് മൂർച്ചയാക്കിയിട്ട് വരും, അമ്മ കൊല്ലണോ. എന്നിട്ട് അമ്മ എന്നെ നോക്കും, അപ്പം ഞാനിങ്ങനെ ചിരിക്കും. അപ്പം തന്നെ കോഴി പിടിക്കും, കൊല്ലും. അതായത് ഇങ്ങനെ കൂട്ടിൽ വൈകുന്നേരം മുളഞ്ഞീന സമയത്ത് കേട്ടോ. രാവിലെ ആണെങ്കിലും രാവിലെ കൊല്ലണം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കോഴീനെ തുറന്ന് വിടാതെ എടുത്ത് വയ്ക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ നാടൻ കോഴി ടേസ്റ്റാണല്ലോ. ഇപ്പോഴും തറവാട്ടിലുണ്ട് എൻ്റെ കോഴികളാണ്. ഞാൻ പണ്ട് കുറച്ച് മുന്നായിട്ട് ഒരു കുട്ടിയൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കുറച്ച് കോഴിയൊക്കെ ഇങ്ങനെ വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴി വളർത്തുക പറഞ്ഞാൽ അവർക്ക് കുറച്ച് അധികം സ്ഥലം വേണം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ താറാക്കോഴീനെയും ഒരു 10 താറാക്കോഴീനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. 10 കോഴിക്കുഞ്ഞായിട്ട് താറാക്കോഴിക്കുഞ്ഞ് കിട്ടിയിട്ട് നമ്മളവരെ വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കല്യാണത്തിന് മുന്നാണ് സാധാ മുട്ടക്കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതന്നെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം നമ്മൾ തറവാട്ടിൽ സ്ഥലമുണ്ട് എങ്കിലും ഈ കോഴികളും നിറച്ചും കോഴികളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് മുട്ടയിടലും മറ്റുള്ളവർക്ക് ശല്യമൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ കോഴീനെയൊക്കെ ഒന്ന് കുറച്ച് നാടൻ കോഴി മാത്രം മതി പറഞ്ഞിട്ട് അവരെ മാത്രമായിട്ട് വളർത്താൻ തീരുമാനിച്ചു. കോഴിയൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീടുകാരൊക്കെ ആയിട്ട് പ്രശ്നവും അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം. കോഴിക്കും നായ്ക്കും നമുക്ക് വേലി കെട്ടിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മുടെ കോഴി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ഒന്നാമത് എനിക്ക് കോഴികൾ നിറച്ചുള്ളത് കൊണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനെയൊക്കെ ആൾക്കാർ ചോദിക്കാനും വരും കേട്ടോ. നാടൻ കോഴി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കോഴി തരുമോ 2 കോഴി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ വരും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും. താറാക്കോഴീനെ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ വരുമ്പോൾ അവർക്ക് പിടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വളർത്തിയിട്ട് നമ്മൾ താറാക്കോഴീനെ കഴിച്ചിട്ടേ ഇല്ല. അത് നമ്മളിവിടെ ഇങ്ങനെ മേയ്ക്കാൻ വരുന്നവരെന്നെ വാങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ വരിക്കുട്ടി ഇങ്ങനെ അവിടെ കണ്ടപ്പോൾ വേണോ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാ. ഇല്ലെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ട് തിരിച്ച് നേരെ വരും. അപ്പോൾ അതിൻ്റെ കറി വയ്ക്കൽ തിരക്കാണ്. താറാക്കോഴി സാധാരണ ഞാൻ ചിക്കൻ കറി വയ്ക്കും പോലെ തന്നെ വെച്ചത്. പക്ഷെ അതിന് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കറി ആയിക്കൊണ്ട് അതായത് വരിക്കുട്ടിക്ക് ഒരു 2 വയസ്സൊക്കെ 1.5-2 വയസ്സിന് ശേഷമാണ് ഞാൻ മുട്ട കൊടുക്കാൻ തുടങ്ങിയത്. അതുവരെ ഒന്നും കൊടുത്തില്ല, കാരണം കുഞ്ഞിക്ക് പറ്റാത്തതുകൊണ്ട് മുട്ട കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ വരിക്കുട്ടിക്ക് 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് മുട്ടയൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ മുട്ട കൂട്ടിയിട്ട് തന്നെയാണ് ആശാൻ ചോറ് കഴിക്കൽ ഫുള്ള്. അപ്പോൾ വരിക്കുട്ടിക്ക് വേണ്ടി ഡെയിലി കടയിൽ നിന്ന് മുട്ട വാങ്ങണത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങിയത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ലീലമ്മയുടെ അടുത്തു നിന്നാണ് 2 കോഴിക്കുഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഇങ്ങനെ വലുതായി അത് മുട്ടയിടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കോഴികൾ കൂടാൻ തുടങ്ങി. അപ്പോൾ വരിക്കുട്ടിക്ക് 1.5-2 വയസ്സൊക്കെ ആവണേ ഉള്ളൂ. ഈ വരിക്കുട്ടി 2 വയസ്സൊക്കെ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. അവർ കുഞ്ഞതിലേ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. 1 വയസ്സാകുമ്പോഴേക്കും 1-1.5 വയസ്സ് കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാം സംസാരിക്കാൻ തുടങ്ങി. ഇവന്മാർ ഇപ്പോഴത്തെ നമ്മുടെ പൊടിയൊന്നും 2 വയസ്സാവാനായിട്ട് ഇനിയും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആ സമയത്ത് വരിക്കുട്ടി കോഴിക്കൂട്ടിൽ പോവും, കോഴി മുട്ടയിട്ടാൽ നോക്കും. അങ്ങനെ 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആയി. 3 വയസ്സൊക്കെ ആയപ്പോൾ കോഴിക്കൂട്ടിൽ കോഴീൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോൾ ഓടും. എന്താ കോഴി മുട്ടയിട്ടോന്നൊക്കെ. കോഴി മുട്ടയിട്ടാൽ അപ്പം തന്നെ കയ്യോടെ എടുത്തിട്ട് വരും. ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അതായത് കോഴി മുട്ടയിട്ടു പറഞ്ഞാൽ ഞാൻ പോയി നോക്കിയിട്ട് മുട്ട എടുത്തിട്ട് വന്ന് നമ്മൾ എടുത്ത് വെക്കും. നമുക്ക് ഇനി അടുത്ത കോഴിക്ക് ഇങ്ങനെ അണ വെച്ചാൽ അടുത്ത കോഴി കുഞ്ഞുണ്ടാവുമല്ലോ, അങ്ങനെയാണ് പറയുക. അണ വയ്ക്കുക, ഇങ്ങനെ കോഴി അടയിരുത്തുക എന്ന് പറയില്ല. ഇനി അടുത്ത കുഞ്ഞുങ്ങളെല്ലാം മുട്ട വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കും. പക്ഷേ ഈ ആശാൻ എന്ത് ചെയ്യും, ആ കോഴി മുട്ട എടുത്തിട്ടില്ലേ ആ പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ കുടിക്കും. ഈ വരിക്കുട്ടി അച്ചമ്മ ശരി കുടിച്ച അച്ചമ്മ എന്നെ കാണാണ്ട് പൊടിച്ചു കൊടുക്കും. വരിക്കുട്ടി അതിന് കുടി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കോഴിക്കൂട്ടിൽ പോയി കോഴീൻ്റെ സൗണ്ട് കേൾക്കും. നോക്കാൻ പോകുമ്പോൾ കോഴി മുട്ട കാണില്ല. എന്താണ് ഇവിടെ അച്ചമ്മയും പേരനും കൂടെ മുട്ട കുടി കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു കോഴിയുടെ വോയിസ് ചെയ്യാനിരുന്ന് സംസാരിച്ചൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയതാട്ടോ. കഥ എങ്ങനെയൊക്കെയോ പോയി. അതായത് എൻ്റെ ബാഹുബലി പോണത് കണ്ടില്ലല്ലോ, ഇടയിൽ കൂടെ കറി ആയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇളക്കണു എന്താ ഇളക്കണത് ആവാത്ത പറഞ്ഞ് നോക്കുമ്പോഴേ സംഭവം ഗ്യാസ് കഴിഞ്ഞു എൻ്റെ. പിന്നെ ഏട്ടനെ അപ്പം തന്നെ വേഗം അയ്യോ ഒക്കെ തള്ളിയിട്ട് പിന്നെ വേഗം ഗ്യാസ് മാറ്റാനായിട്ട് ഗ്യാസ് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെടുത്തിട്ട് വന്ന്
പിന്നെ ഗ്യാസ് പുതിയത് ഫിറ്റ് ചെയ്ത് തന്ന് എന്നിട്ടാണ് പിന്നെ അടുത്ത ബാക്കി കത്തിച്ച് നോക്കണമല്ലോ. ഗ്യാസ് അങ്ങനെയല്ലേ ഫിറ്റ് ചെയ്തത്, ഒന്ന് കത്തിച്ച് നോക്കി. പിന്നെ അടുത്തത് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കത്തിച്ച് അങ്ങനെ അടുത്ത പണി. ഇതേ വരിക്കുട്ടി പിന്നെ മണത്ത് നിൽക്കുക. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ മണത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയല്ലേ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കാണാനേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.